ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിച്ചുവിൻ്റെ കുറച്ച് ഫാൻസി ഐറ്റംസ് കണ്ടാലോ. ഈ പെൺകുട്ടികൾ ഒരുക്കാനും അവർക്കുള്ള ഡ്രസ്സും ഫാൻസിയൊക്കെ റെഡിയാക്കാനൊക്കെ നല്ല ആവേശമാണല്ലോ എല്ലാവർക്കും അല്ലേ. ഞാനും അങ്ങനത്തെ ഒരാൾ തന്നെയാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതേപോലെ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ മാച്ചായ ബട്ടർഫ്ലൈ, അലിഗേറ്റർ ക്ലിപ്സ്, സ്ക്രഞ്ചീസ്, എയർ ബാൻഡ്സ് ഒക്കെ. എൻ്റെ കയ്യിൽ കാണുന്ന ഇങ്ങനെയുള്ള അലിഗേറ്റർ ക്ലിപ്സൊക്കെ ബാക്കിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കുട്ടികൾക്ക്. എനിക്കിഷ്ടപ്പെട്ട 2 കളേഴ്സാട്ടത്. എനിക്ക് ഇങ്ങനെ ഉദിച്ച് കാണുന്ന കളേഴ്സിനേക്കാളും നല്ല ഇഷ്ടം ബിസ്ക്കറ്റ് കളറ്, അതേപോലെ പിങ്ക് ഷെയ്ഡിലുള്ളത്, അങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ക്ലിപ്സൊക്കെ കുറച്ച് റേറ്റ് കൂടിയാലും ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പക്ഷേ മിച്ചൂസിന് ഇതൊന്നും വലിയ ഇഷ്ടമല്ല. ഒക്കെ ഒരൊറ്റ യൂസ് ചെയ്താൽ ഓളെ ഒഴിവാക്കും കേട്ടോ. പിന്നെ ഈ ക്ലിപ്പ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്താൽ കേട്ടോ. പുറത്ത് ഇതിന് നല്ല റേറ്റ് ഉണ്ട്. മീഷോയിലാവുമ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസ് നമ്മൾക്ക് കിട്ടുമല്ലോ. പിന്നെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ട് എല്ലാ ഐറ്റംസും, മുത്തുകളും അതേപോലെ അലിഗേറ്ററും അതേപോലെ പല ഐറ്റംസിലുള്ളതും ഇതും അങ്ങനെ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് വട വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അതുപോലെ പർച്ചേസ് ചെയ്തതാണ് ഈ ബ്രേസ്ലെറ്റ്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ചങ്ങല കിടക്കുന്ന ഭാഗം തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ചെയിനാണ് കേട്ടോ. അതിൻ്റെ ബാക്കത്തെ ഭാരം കൊണ്ട് ഈ ചങ്ങല പൊട്ടിപ്പോകും കേട്ടോ. അത്രക്കും ക്വാളിറ്റി കുറഞ്ഞ ഒരു ചെയിനാണ്. അതേപോലെ തന്നെ മോതിരത്തിനും തന്നെ തീരെ ക്വാളിറ്റി ഇല്ല. അതിൻ്റെ ബാക്കിൽ കാണുന്ന മുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇതും ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് പർച്ചേസ് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ കേട്ടോ. ചിലപ്പോഴൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള റിങ്ങാണ്. തീരെ കനലില്ല. കണ്ടാൽ നല്ല വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നല്ല കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റംസാണിത്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല സേഫായിട്ടാണ്. ഇതുപോലത്തെ ഒരു ബോക്സിൽ ഇതിൻ്റെ ഉള്ളിൽ കവറിലൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതുപോലെ വാങ്ങിയതാണ് ഈ 3 സ്ക്രഞ്ചീസ്. അതിങ്ങനെ മുത്തുള്ളത് കൊണ്ട് മുടിമലൊക്കെ ഇങ്ങനെ കൊളുത്തി വലിക്കൂട്ടാ. അങ്ങനെ ഒന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുത്തൊക്കെ മുടിമ കൊളുത്തി വലിച്ച് മുടി നാശമാവും. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ച് കയ്യിലൊക്കെ ഇട്ട് നടക്കലുണ്ടല്ലോ ഇങ്ങനത്തെ സ്ക്രഞ്ചീസൊക്കെ കുട്ടികൾ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും അത് 4 ഷെയ്ഡിലുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മളെ മുടിയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, മുടി പൊട്ടിപ്പോവും. പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടതാണ് ഈ വള. നല്ല ഭംഗിയുണ്ട്. മിച്ചൂസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ്. വൈറ്റ് ഡ്രസ്സിൽക്കൊക്കെ കുട്ടികൾക്ക് ഇട്ടുകൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് നല്ല വർക്ക് കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വലിയവർക്കും ഇത് യൂസ് ചെയ്യാം. ഏതായാലും ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് പിന്നെ മീഷോന്നൊന്നും വാങ്ങിച്ചല്ല കേട്ടോ, ഇവിടെ തായിഫിൽ നിന്ന് വാങ്ങിയതാണ്. കുട്ടികൾക്ക് വടയൊക്കെ കെട്ടിക്കൊടുത്തതിൻ്റെ ശേഷം അതിന്മേൽ വേണമെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ പോലെ ചുറ്റി നിൽക്കാൻ പറ്റും. അതല്ലാതെ ഇനി നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കണ്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയുണ്ടാവും. ഇതും ഒരു മുല്ലപ്പൂ പോലെ ഉണ്ട്, മുല്ലപ്പൂ മുട്ട് പോലെ. പക്ഷേ ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടിരിക്കുക എന്നല്ലാതെ മിച്ചൂസിന് ഇതൊക്കെ യൂസ് ചെയ്താൽ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അവൾക്ക്. ഇത് നെക്ലേസാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ വാങ്ങി. ഇത് പിന്നെ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അവൾ എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും കല്യാണങ്ങൾക്ക് ഫങ്ഷൻസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും അവളിടും. ചില ഫങ്ഷൻസിന് അവളെ കാണാതെ ഞാനും ഇടും. എനിക്കും നല്ല ഇഷ്ടമാണത്. അതുപോലെ തന്നെയാണ് ഈ ഒരു നെക്ലേസും. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറാണ് കേട്ടോ. പക്ഷേ കുട്ടിക്ക് ഇടില്ല. കുട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഫസ്റ്റൊക്കെ നല്ല റെഡിയായി, അപ്പോൾ നല്ല ഭംഗിയിലിട്ട് കാണും പോവും. എന്നിട്ട് അവിടെ എത്തിയതിൻ്റെ ശേഷം എല്ലാം എന്നെ കൊണ്ട് ഊരിയപ്പിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഈ വൈറ്റ് ചെയിനും അതേപോലെ മീഷോന്ന് വാങ്ങിയതാണ്. നല്ലൊരു പ്രൈസിന് വാങ്ങിയതാണ്. ഇതൊക്കെ ഒരു ബോക്സിലിങ്ങനെ ഇട്ട് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ ശേഖരിച്ച് വെക്കുന്നത്. വീഡിയോ ഇനി ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട്
എപ്പോഴെങ്കിലുമൊക്കെ വരാട്ടോ.